അപ്പൊ നാളെ തന്നെ വെച്ചോണ്ടിരുന്ന ആറിപ്പോ. അളിയാ, വെറും കൈയോടെ അവൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. അറിയാല്ല. ഡേ സാധനം വല്ലതും എടുക്കണ്ടേ? എടാ നമ്മൾ 5 പേരുണ്ട്, സാധനമൊന്നും വേണ്ട. പൊടിയണ്ണ, പണ്ട് അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. വർക്കല അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ അന്ന് ഘോഷയാത്രയുടെ നമ്മുടെ തെക്കലെ ശാന്തി ചേച്ചിയല്ലേ, അവരൊരുത്തം കയറി അങ്ങ് ഞോണ്ടി. പഴയ അറുകല ചാമ്പിൻ്റെ ടീമായിരുന്നു. അണ്ണൻ കയറി അങ്ങ് ഒട്ടി. ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു അവന്മാർ. 3/4 മണിക്കൂർ അണ്ണൻ നിന്നടിച്ചു. 5 തെങ്ങിന്ന് ടീമൊക്കെ പറഞ്ഞ അവിടെ എത്തിയപ്പോഴേക്കും എല്ലായിടത്തിൻ്റെ അടുത്തൊരു മെഡിക്കൽ കൊണ്ടുപോയി. അറിയാമോ? 3/4 മണിക്കൂറോ? ആ പിന്നെ കോപ്പാണ് ഇവിടെ അലാറം വെച്ചോണ്ടിരിക്കരുത്. ഒന്ന് പോടാനി. അപ്പം പറഞ്ഞ കാര്യമാണ്. 10-20 കൊല്ലം മുമ്പല്ലേടേ. അതൊക്കെ ശരിയായിരിക്കും. അണ്ണൻ്റെ തടിയൊന്നും ഉടഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. മനസ്സിപ്പോഴും പഴയ കണക്ക് തന്നെ. അല്ലേ പിന്നെ രാജോമ്പലൊക്കെ എടുത്ത് അടിക്കാൻ പോകും. സാധനം വല്ലതും എടുത്താലാ? എന്തെങ്കിലും കരുതിക്കോ. ഓ, നല്ല ഇരുമ്പ്. പിന്നെ 3/4 മണിക്കൂർ കോപ്പാണ്. ഒരു കാരണവശാലും അവന് പിടിയിട്ടരുത്. കിട്ടിയാ തീർന്ന്. ഒരുത്തൻ്റെ വായന്നൊരു വാക്കോലും വീഴരുത്. ശബ്ദം വെച്ച ആളെ പിടിക്കും. ഇത്തിരി പിടുത്തോണ് കേട്ടാ. നന്നായി, നമുക്കത് കോണമാണ്. തന്നെ ഗോമതിരെ വാറ്റാണ്. ഒടുവിൽ കരിമ്പും കാട്ടി ആന അറിയണ കാവാരുന്നാ മതി. പേടിപ്പിക്കാതെ മാറിയളെ മോടിക്കോ.
ഇങ്ങർക്ക് വല്ല നേർച്ചയുണ്ടോ? കള്ളും കുടിച്ചോണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കുകയാണ്. ഭ്രാന്ത്. ആദ്യത്തെ രണ്ടുപേരെ മനസ്സിലായി, മറ്റേതാര് ആ സുന്ദരൻ? ആർക്കറിയാം, വല്ല നേതാക്കന്മാരും ആയിരിക്കും. അണ്ണൻ വേണ്ട സമയം കഴിഞ്ഞല്ല. ഇനി ആ കോമതി എങ്ങാനും പൊടിയിട്ട് അണ്ണനെ മൈക്കി കാണുമോ? അവളെക്കാളും വലിയ മേനക വന്നാലും അണ്ണനൊന്നും മയങ്ങൂല മോളെ. ആ ചന്ദ്രിക എന്നാൾ മുക്കി വെച്ച് പറഞ്ഞു, അണ്ണനൊന്നും മൂളിയാ പിന്നെ അവൾ ആരും അടുപ്പിക്കൂലെന്ന്. തന്നെ തന്നെ കടപ്പുറത്തിട്ട് യാവനാ വെട്ടി. എന്നിട്ട് അണ്ണനെന്തേ? കൊണ്ടുപോയി. സത്യമാണോ? അതിനും വേണ്ടിയിട്ടൊന്നുമില്ല. ആരും കണ്ടില്ലേ അവിടെ കിടന്ന് ചോര പോയി. എന്നാലും നീ കയറി അങ്ങ് വെട്ടിക്കളണ്ടായിരുന്നു. വെട്ടിയില്ലെങ്കിൽ കാണാമായിരുന്നു. എല്ലാത്തിനും ഇപ്പൊ പനമ്പായി പോയിക്കൊണ്ട് വരായിരുന്നു. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ അവൻ കയറി അങ്ങ് മേഞ്ഞ്. എന്തായാലും പോലീസ് വരും. അതാ എന്റെ പണി പോവും വലിച്ച്. ശരിയായിരിക്കും കേട്ടാ. 3/4 മണിക്കൂർ അല്ലെങ്കിലേ ഉള്ളു. അയ്യോ അയ്യോ. എന്തിനാണ് ഇവിടെ ബഹളം? അതെ, പേഷ്യന്റെ മുറിവിന് രണ്ടിനും വലിയ ആഴമൊന്നുമില്ല. ഒന്ന് സ്റ്റിച്ച് ഇടണമെന്നേ ഉള്ളു. നിങ്ങൾ രണ്ട് ബഹളം ഉണ്ടാക്കുമെന്ന് അങ്ങോട്ട് മാറിയിടുന്നേ. സിസ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ പോയി ഇരുന്നാണ്. അവിടെ പോയി ഇരിക്കേ. കാലന്മാർ ചെയ്തു വെച്ചേക്കണോ? എന്റെ അണ്ണൻ ഈ ഗതി വരുത്തി വെച്ചമാര് ആരായാലും അവന്മാർ നശിച്ചു വന്നേ ഉള്ളു. നീ വെറുതെ കിടന്ന് പ്രാവില്ല. എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല സാർ. ആരാ വെട്ടിയത്? ഇരുട്ടായിരുന്നു. പറഞ്ഞാലും കോടതിയിൽ നിൽക്കൂല സാർ. ശബ്ദം വല്ലതും കേട്ടായിരുന്നു? പരിചയമുള്ള ആരുടെയെങ്കിലും ശബ്ദം പോലെ? ഇല്ല സാറേ. ഊഹം വെച്ച് പറഞ്ഞാലും കേസിന് ബലം കിട്ടൂല സാറേ. ബലം കിട്ടുന്നതൊക്കെ ഞങ്ങൾ എഴുതുന്ന പോലെ ഇരിക്കും. അതെ, ആരെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും മുൻവൈരാഗ്യം മറ്റോ? ഇല്ല സാറേ. കേസൊന്നും വേണ്ട സാറേ. അതിൻ്റെ പുറകെ നടക്കാനൊന്നും വയ്യ. നിങ്ങൾ നടന്നില്ലെങ്കിലും ഞങ്ങൾക്ക് നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും എത്തണമല്ലോ. ഞങ്ങളൊരു കേസും എഴുതും. കണ്ടാലറിയാത്ത കുറെ അജ്ഞാതരായ ആളുകളെന്ന്. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അതാണ് ഞാനും ചോദിക്കാൻ വന്ന. നാളെ കണ്ട ഫയലുകൾ. അപ്പൊ നിനക്കൊന്നുമില്ലേ? അതൊക്കെ ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീർത്തോളാം.